യമനിൽ നിന്ന് വീണ്ടും ഇസ്രായേലിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ യമനിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇസ്രായേൽ നഗരത്തിൽ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ലെബനാൻ ശാന്തമായപ്പോൾ യമൻ ശക്തമായിട്ട് തിളച്ചു മറിയുകയാണ് എന്നൊക്കെയാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് അവസാനിക്കുന്ന സമയത്ത് മറ്റൊന്ന് തുടങ്ങുന്നുണ്ട്. പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഷയത്തിലേക്ക് യഥാർത്ഥത്തിൽ യമന്റെ ആക്രമണം ഇസ്രായേൽ അനുഭവിക്കുകയാണ് എന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു വിഷയം, ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളെ ഒതുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിട്ട് അതൊന്നും ഒതുങ്ങാത്ത രീതിയിൽ മറ്റ് പോംവഴികളെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു എന്ന തരത്തിലും ഇതിനോടൊപ്പം റിപ്പോർട്ട് പറയുന്നു. അത് ഇസ്രായേൽ തന്നെ അമേരിക്കയോട് പറഞ്ഞത് ചെങ്കടൽ ഒതുക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഹൂത്തികൾ പിന്നെ തലപൊക്കില്ല, അതുകൊണ്ട് അവിടെ തന്നെ അത് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന ഒരു നിലപാട് ഇസ്രായേൽ തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ചില ശ്രമങ്ങൾ, അതായത് UN സഭയിൽ പുതിയ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഹൂത്തികളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള ഒരു രാഷ്ട്ര കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നു. അതിന് അതിർത്തി ഭാഗമായിരിക്കുന്ന ജിബൂട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മേഖല ഏകീകരണ സംവിധാന പ്രക്രിയയൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അത് 2-3 വിഷയങ്ങൾ ഈ സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചെങ്കടലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 2-3 വിഷയം പറയുന്നുണ്ട്. 12% ലോക വ്യാപാരങ്ങൾ കപ്പലുകളൊക്കെ യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. ആ മേഖല ആക്രമിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാവും. 325ഓളം കപ്പലുകൾ ഇതിനകം തന്നെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. അതിൽ ഒരുപാടെണ്ണം കടലിൽ മുങ്ങിപ്പോയതും തകർന്നു പോയതും തീപിടുത്തം നടന്നതും പിന്നെ ചിലതൊക്കെ അല്പാൽപമായ രീതിയിലുള്ള പരിക്ക് പറ്റിയതും, അങ്ങനെ പല രൂപത്തിലാണ് പല രീതിയിലാണ് സംഭവങ്ങൾ. ഏതായിരുന്നാലും സുരക്ഷിതമായ രീതിയിൽ ഈ മേഖലയുടെ യാത്ര നടത്താൻ കപ്പൽ ഉടമസ്ഥർ തയ്യാറാകുന്നില്ല. അവരിപ്പോൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് കപ്പലെത്താൻ വേണ്ടി ആഫ്രിക്ക വഴിയാണ് ചുറ്റിക്കറങ്ങി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും തുടരുകയാണ്. ഒറ്റപ്പെട്ട ചില കപ്പലുകളൊക്കെ പോകുന്ന സമയത്ത് ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ അമേരിക്കക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് ഇവരുടേതായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവുന്നു. പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ലെബനാൻ ഏറെക്കുറെ ശാന്തമായതോടുകൂടി യമൻ ശക്തമായിട്ട് മുന്നേറുകയാണ്. യമന്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഇറാന്റെ വലിയ രീതിയിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. റഷ്യയുടെ വലിയ നൂതന ആയുധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മിസൈൽ സംവിധാനങ്ങളെല്ലാം ഇവർക്ക് ഈ ഹൂത്തികൾക്ക് നൽകാൻ കരാറുണ്ടാക്കുകയോ നൽകുകയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പൂർണ്ണമായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും ഹൂത്തികളുമായിരിക്കുന്ന ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഈ റഷ്യക്കുണ്ട് എന്നുള്ളതാണ്. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 2-3 എണ്ണം ഏകദേശം ഒതുങ്ങിയിരിക്കുന്നു എന്നവർ കണക്കൂട്ടുന്നു. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിൽ ഈ ഫലസ്തീനിലെ ഗസയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു നിയന്ത്രണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടാവുന്ന തരത്തിലാണ് എന്ന് പറയുന്നു. എന്നാൽ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ്. രണ്ടാമത്തെ ഭാഗം വരുന്നത് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലെബനാനുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് അവർ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ആ കരാർ വ്യവസ്ഥയോടനുബന്ധിച്ച് പിന്നീട് വലിയ വിഷയങ്ങളൊന്നും ലെബനാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒറ്റപ്പെട്ട് കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതും ഞങ്ങൾ അതിന് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും വീണ്ടും ഞങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചടി നൽകും എന്ന തരത്തിലാണ് ഇപ്പോൾ ലെബനാന്റെ നിലപാട്. അങ്ങനെ ശാന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനനുസരിച്ച് പുതിയ രാജ്യങ്ങൾ ഉയർന്നു വരുന്നതിന്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുന്നത് യമനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പങ്കിടുന്ന രാജ്യമല്ലാത്തതിനാൽ ഇവരെ ആക്രമിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. അവരിങ്ങോട്ട് ആക്രമിക്കുന്നതിന് ഒരു പ്രത്യേകമായിരിക്കുന്ന സമയബന്ധിതമായിരിക്കുന്ന ഒരു രീതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് ഇസ്രായേലും അനുഭവിക്കുന്നു. അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ട് ആക്രമിക്കുന്നു, ലക്ഷ്യത്തിൽ അത് വീഴുന്നു, വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധി
എങ്ങനെ പരിഹരിക്കണം എന്ന കാര്യത്തിൽ ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമനും ഇസ്രായേലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതിന് മറ്റൊരു പോമയും കൂടി ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് റഷ്യയെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് റഷ്യയെ അനുനയിപ്പിക്കണമെങ്കിൽ അതിലൊരു കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഉക്രൈൻ്റെ യുദ്ധത്തിന് അമേരിക്ക സഹായം നൽകുന്നില്ലെങ്കിൽ ഏറെക്കുറെ ഈ മേഖലയിൽ നിന്ന് റഷ്യ മാറി നിൽക്കാനുള്ള സാധ്യതകൾ പറയുന്നു. ഇപ്പോൾ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിമാന പോരാട്ടമാണ് റഷ്യ നടത്തുന്നത്. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ റഷ്യ നിരന്തരം ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് മേലെ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു നിരാശ ഉണ്ടാക്കുന്ന, വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം എന്ന നിലക്കും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം എന്ന നിലക്കും ഉക്രൈൻ പോലെയുള്ള രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തതിൻ്റെ പ്രയാസം വലിയ രീതിയിൽ റഷ്യ അനുഭവിക്കുന്നുണ്ട് എന്നതിനാൽ അമേരിക്കയുടെ ഇടപെടലുകൾ ഉക്രൈൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ മേഖലയിൽ ഈ ഇറാൻ്റെ പ്രോക്സി വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ആയുധവുമായിട്ട് ഉള്ള വിഷയത്തിൽ നിന്ന് അല്പം ഒരു പക്ഷേ റഷ്യ പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിയും അമേരിക്കയ്ക്കില്ല. അതിൻ്റെ കാര്യം അവിടെ എങ്ങാനും റഷ്യ വിജയിച്ചു കഴിഞ്ഞാൽ ലോകാധിപത്യത്തിലേക്ക് റഷ്യ മാറിപ്പോകുമോ എന്നൊരു ഭയപ്പാട് അമേരിക്കയ്ക്കുണ്ട്. കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ പരമാവധി അറേബ്യൻ മേഖല എന്ന് പറയുന്ന സാമ്പത്തികമായി വലിയ ഉയർച്ച ഉള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ ഇപ്പോൾ റഷ്യക്ക് അനുകൂലമായി, ചൈനയ്ക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉക്രൈന് സഹായം നൽകാതിരിക്കുമ്പോൾ അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിക്കുന്നു. അവരവിടെ കീമേൽ മറിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആധിപത്യത്തിലേക്ക് അവരെത്തുകയും ചെയ്യുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ, ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉക്രൈനെ ഈ ഹൂത്തികളെ പോലെയുള്ള പ്രോക്സി വിഭാഗത്തിന് ആയുധങ്ങൾ നൽകുന്നത് തടയാനോ നിർത്താനോ അമേരിക്കക്ക് സാധിക്കാത്തൊരു പ്രതിസന്ധി അങ്ങനെ നിലനിൽക്കുന്നു. മാത്രവുമല്ല, ഇറാന്റെ നയങ്ങളും നിലപാടുകളും എല്ലാ കാലത്തും ശരിവെക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് റഷ്യ എന്ന് പറയുന്നത്. ഏറ്റവും പ്രതിസന്ധിയിലൂടെ റഷ്യ നീങ്ങിക്കൊണ്ടിരുന്ന എല്ലാ സമയങ്ങളിലും റഷ്യയെ യഥാർത്ഥത്തിൽ ഇറാൻ സഹായിച്ചിട്ടുണ്ട്. ഇറാന്റെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ റഷ്യക്ക് വേണ്ടി തങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് ഇറാനിയൻ പത്രം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് അമേരിക്ക വലിയ വിവാദമാക്കി എടുത്തിരുന്നു. കാര്യമെന്ന് പറയുന്നത്, സഹായിക്കുന്നത് എന്തിനാണ് ഇറാന്റെ സഹായം തേടുന്നത്, റഷ്യക്ക് തന്നെ ആയുധ സംവിധാനങ്ങളില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചതും വലിയ വിവാദമായതാണ്. ഇപ്പോൾ റഷ്യയും ഇറാനും തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത്, റഷ്യയുടെ അകത്ത് ഇറാന്റെ ആയുധ ഫാക്ടറി ഉണ്ട് എന്നുള്ളതും ഇറാന്റെ അകത്ത് റഷ്യക്ക് ആയുധ സംവിധാനങ്ങൾ സൂക്ഷിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഇറാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഈ രണ്ട് രാജ്യങ്ങളും, ഇറാൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും, ഇവർ രണ്ടുപേരും ലെബനാന്റെ ഈ സിറിയയുടെ ഭൂമിയിൽ അവർക്ക് ആയുധ ഫാക്ടറികളോ സംവിധാനങ്ങളോ ഉണ്ട്. നിരന്തരം ഇസ്രായേൽ ഈ സിറിയയെ ആക്രമിക്കുന്നതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ലോകത്തുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വ്യത്യസ്ത അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. അവർ പറയുന്നു, ആയുധങ്ങളെല്ലാം ഭീകരവാദികളുടെ ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന HTSന്റെ കൈവശത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആയുധ ശേഖരങ്ങളോ ആയുധ ഗോഡൌണുകളോ ആ മേഖലയുണ്ട്. അതിന് ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന്റെ അതികഠിനമായിരിക്കുന്ന മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ കാര്യം, രണ്ട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഒന്ന്, ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഇസ്രായേൽ നിലനിൽക്കുകയാണ്. അവർക്ക് വലിയ ആധിപത്യം ഉണ്ടാക്കി, വലിയ മുന്നേറ്റം ഉണ്ടാക്കി, ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ എല്ലാ മേഖലയും കീഴടക്കി അവിടെ അവരുടെ സൈനികരുടെ താവളമാക്കി പ്രഖ്യാപിച്ചിട്ടും അവർക്ക് ഇപ്പോഴും ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ഈ പോരായ്മകൾ പരിഹരിക്കാൻ എന്തൊക്കെ പോവുകകൾ ചെയ്യണം